നമസ്കാരം സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എന്ന് ചോദിക്കാൻ എനിക്ക് പേടിയാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് സുഖമാണ് എന്ന് നുണ പറഞ്ഞ് മടുത്തവരാണ് നിങ്ങളിൽ പലരുമെന്ന് എനിക്കറിയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് തുടങ്ങുന്നതാണ് പ്രാരാബ്ധങ്ങൾ. കടം തന്നവൻ വാതിലിൽ മുട്ടുന്നു, മക്കളുടെ ഫീസ്, വീട്ടിലെ ചിലവ്, ഇതിനിടയിൽ സ്വന്തം ഇഷ്ടങ്ങൾ നോക്കാൻ എവിടെയാണ് സമയം? എൻ്റെ കഷ്ടപ്പാട് എന്ന് തീരും എന്ന് ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളിൽ പലരും. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ചോറിൽ മണൽ വരുന്നത് പോലെയാണ് പലർക്കും പ്രശ്നങ്ങൾ വരുന്നത്. എന്നാൽ പേടിക്കേണ്ട, കാലം എപ്പോഴും ഒരുപോലെ നിൽക്കില്ലല്ലോ. ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ഒക്കെ അനുഗ്രഹം കൊണ്ട് ദാ വരുന്നു ഒരു വലിയ മാറ്റം, ഒരു രാജയോഗം, ഒരു ഗജകേസരി യോഗം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വരും കാലത്ത് കഷ്ടപ്പാടുകളിൽ നിന്നും കരകയറാൻ പോകുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകരെ കുറിച്ചാണ്. 7 ഭാഗ്യനക്ഷത്ര ജാതകർ. ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും, എല്ലാ ദുഃഖ ദുരിതങ്ങളും ഒഴിഞ്ഞ് ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ പോകുന്നു. സർവേശ്വരൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകരുടെ മേൽ ചൊരിയാൻ പോവുകയാണ്. ഇവർ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഇവർക്ക് ലഭിക്കുന്ന കാലഘട്ടമാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഇവർ എത്തുന്നു. നമ്മുടെ ഈ നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് എന്തായിരുന്നു അനുഭവം എന്നറിയാമോ? എന്തിൽ കൈവച്ചാലും അത് പരാജയമായി മാറും. 10 പൈസ കയ്യിൽ നിൽക്കില്ല. വരുന്നത് വായിലേക്കും പോകുന്നത് വഴിയിലേക്കും എന്ന അവസ്ഥയാണ്. സ്വന്തം വീട്ടുകാർ പോലും നമ്മളെ പുച്ഛിച്ചിട്ടുണ്ടാവും. ഇവനൊന്നിനും കൊള്ളില്ല എന്ന് കേൾക്കുമ്പോൾ ഉള്ള ആ ഒരു വിഷമം അത് അനുഭവിച്ചവർക്കേ അറിയൂ. രാത്രി തലയിണയിൽ മുഖമമർത്തി കരഞ്ഞ എത്രയോ ദിവസങ്ങൾ. എന്നാൽ കേട്ടോളൂ, നിങ്ങളുടെ ആ കണ്ണീരിന് ഫലം കിട്ടാൻ പോവുകയാണ്. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ ഒഴിയാൻ പോവുകയാണ്. ഭാഗ്യത്തിനുമേൽ ഭാഗ്യത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്താൻ പോവുകയാണ്. ശുക്രൻ അടിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? യാഥാർത്ഥ്യമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവർക്ക്. ഈ 7 നക്ഷത്ര ജാതകരെ അവരെ പിടിച്ചാൽ കിട്ടില്ല. അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നാളെ പ്രത്യേക പൂജയുണ്ടാകും. ഇന്ന് രാത്രി 10 മണിയോടുകൂടി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഞാൻ കുറിച്ചെടുക്കും. നാളത്തെ വിശേഷാൽ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നമുക്കറിയാം, ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുന്ന ആ നക്ഷത്ര ജാതകരെ. അതിലെ ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി ഭാഗ്യമാണ്. രോഹിണി നേട്ടമാണ്. മനസ്സിനൊട്ടും സമാധാനമില്ലാത്ത അവസ്ഥയായിരുന്നു ഇത്രയും കാലം രോഹിണി നക്ഷത്ര ജാതകർക്ക്. ആരെ വിശ്വസിക്കണം എന്നറിയാത്ത അവസ്ഥ. പക്ഷേ ഇനി അങ്ങനെയല്ല. മുടങ്ങിപ്പോയ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹിച്ച അംഗീകാരം ലഭിക്കും. ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ചു. ഒരുപാട് പുച്ഛ വാക്കുകൾ കേട്ടിട്ടുണ്ട്, അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. 10 പൈസ കയ്യിലെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരെ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേർന്നിട്ടുണ്ട്. എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും, എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് ദേവീ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം രോഹിണി നക്ഷത്ര ജാതകർ. നിങ്ങൾ ഒരുപാട് അനുഭവിച്ചില്ലേ? നിങ്ങൾ ഒരുപാട് ദുഃഖം പേറി നടക്കുന്നവരല്ലേ?
നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? എന്നാൽ നിങ്ങൾ കേട്ടോളൂ, നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യം, വലിയൊരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകണേ. അവിടെ നിങ്ങൾ പാൽപ്പായസമൊക്കെ നടത്തുക, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും. രോഹിണിക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. രണ്ടാമത്തെ ഏറ്റവും ഭാഗ്യമുള്ള, എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്ക് എത്തുന്ന വരുന്ന 3 വർഷക്കാലം വലിയ സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ച് കിട്ടുന്ന ഒരു നക്ഷത്രമുണ്ട്. അത് മറ്റാരുമല്ല, രണ്ടാമത്തെ ഭാഗ്യമുള്ള നക്ഷത്രം മകീര നക്ഷത്ര ജാതകർ തന്നെയാണ്. മകീര നക്ഷത്ര ജാതകർക്ക് ശത്രുദോഷമൊക്കെ കുറച്ചു കൂടുതലായിരുന്നു. കൂടെ നിൽക്കുന്നവർ തന്നെ കുഴി തോണ്ടുന്ന അവസ്ഥ. നിങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെയില്ലേ? വിശ്വസിച്ചവരല്ലേ നിങ്ങളെ ചതിച്ചത്? കൂടെ നിന്നവരല്ലേ നിങ്ങൾക്ക് പണി തന്നത്? അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഭാഗ്യവും നേട്ടവും ഒക്കെ വരാൻ കൂടെ നിൽക്കുന്നവർ തന്നെ കുഴി തോണ്ടുന്ന ആ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം വരാൻ നിങ്ങൾക്ക് കഴിയും. ഇനി കളി മാറും. സാമ്പത്തികമായി വലിയൊരു ആശ്വാസം നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ കഴിയും. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടായിരുന്നു. ഒരുപാട് പ്രാരാബ്ധങ്ങളിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം വന്നു ചേരാൻ പോവുകയാണ്. നിങ്ങൾ ആശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. മകീരം രക്ഷപ്പെടുക തന്നെ ചെയ്യും. മൂന്നാമത്തെ നക്ഷത്രം പൂയ നക്ഷത്രമാണ്. വരുന്ന 5 വർഷക്കാലം പൂയ നക്ഷത്ര ജാതകരുടെ സൗഭാഗ്യകാലമാണ്. രാജയോഗത്തോടുകൂടി ഇവർ ജീവിക്കും. ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. കുടുംബത്തിൽ ഇവരെ സംബന്ധിച്ച് എപ്പോഴും തർക്കങ്ങളും പ്രശ്നങ്ങളും ഒരുപാട് അനുഭവിച്ചവരാണ് പൂയ നക്ഷത്ര ജാതകർ. മനസ്സിന് വല്ലാത്തൊരു ഭാരം എപ്പോഴും ഉണ്ടാകും. ഇനി സന്തോഷം തരുന്ന വാർത്തകൾ കേൾക്കാൻ തയ്യാറായിക്കൊള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ സഫലമാകുന്ന സമയമാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന സമയമാണ്. നിങ്ങൾക്ക് എക്സാമിൽ നല്ല മാർക്ക് കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ പൂയത്തിന് നേടിയെടുക്കാൻ ഇനി കഴിയുന്ന സമയമാണ്. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ഈശ്വരാനുഗ്രഹമുണ്ടാകും. ആഗ്രഹിച്ചതെന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ജോലി സംബന്ധമായ വലിയ ടെൻഷനിലായിരുന്നു നിങ്ങൾ. എന്നാൽ ആ ടെൻഷനൊക്കെ മാറാൻ പോവുകയാണ്. എത്ര പണിയെടുത്താലും മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പഴി മാത്രമാണ്. ഒരു പ്രമോഷൻ നിങ്ങൾ ആഗ്രഹിച്ചു. ജീവിതം ഇനി എന്താകും എന്ന ഒരു വലിയൊരു പ്രശ്നത്തിൽ കുടുങ്ങിക്കഴിയുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഒക്കെ കാലമാണ്. ആഗ്രഹിച്ച കാര്യം, ആഗ്രഹിച്ച വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. 5ാമത്തെ നക്ഷത്രം ചോദ്യ നക്ഷത്രമാണ്. തീരുമാനങ്ങൾ എടുക്കാൻ വല്ലാത്ത കഷ്ടപ്പെടുന്നവരാണ് ചോദ്യക്കാർ. എല്ലാം ഒന്ന് ശരിയാകുമ്പോൾ അടുത്ത പ്രശ്നം വരും. ഇനി നിങ്ങളുടെ ബുദ്ധി തെളിയുന്ന കാലമാണ്. ബിസിനസ്സിൽ വലിയ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളാശിച്ചതും നിങ്ങളാ കൊതിച്ചതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങളിൽ ലോട്ടറി ഭാഗ്യമുണ്ട്. നിങ്ങളിൽ വലിയ ഉയരങ്ങളിലെത്താനുള്ള യോഗമുണ്ട്. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ചോദ്യ നക്ഷത്ര ജാതകർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ ഇനി അവരെ കൊണ്ട് സാധ്യമാകും. ശുക്രൻ ഉദിക്കും, ശുക്രൻ അടിക്കും. ഭാഗ്യമാണ്, നേട്ടമാണ്. ക്ഷേത്ര ദർശനമൊക്കെ നടത്തണം. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം. 6ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്ര ജാതകരെക്കുറിച്ച് നിങ്ങൾക്കറിയണോ? കുടുംബത്തിനു വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ചവരാണിവർ. തിരിച്ചു കിട്ടിയത് മിക്കവാറും അവഗണന മാത്രമാണ്. അങ്ങനെയാണ് സംഭവിക്കുക. ആ വിഷമങ്ങൾ മാറാൻ പോവുകയാണ്. മക്കളിൽ നിന്നും നല്ല വാർത്തകൾ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ ജീവിതം മാറിമറിയും. നിങ്ങൾ ആഗ്രഹിച്ചതെന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അടുത്ത നക്ഷത്രം 7ാമത്തെ നക്ഷത്രം ഉത്രട്ടാതിയാണ്. ആരോഗ്യ പ്രശ്നങ്ങളും പണച്ചിലവും കൊണ്ട് വലഞ്ഞവരാണ് ഇവർ. ചികിത്സയ്ക്കായി മാത്രം വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഇനി ആരോഗ്യവും സമ്പത്തും ഒരുപോലെ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ജീവിതം മാറിമറിയും.
നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഉത്രട്ടാതി ഭാഗ്യമാണ്. ഇനി വരുന്ന 3 വർഷക്കാലം ഉത്രട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ എല്ലാ സ്വപ്നങ്ങളും സഫലമാകുന്ന സമയമാണ്. ഒരു വീട് വയ്ക്കാനുള്ള യോഗം വന്നു ചേരുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്നു. ഒക്കെയും ഭാഗ്യമാണ്, ഒക്കെയും നേട്ടമാണ്. നക്ഷത്രഫലമൊക്കെ ശരി തന്നെയാണ്. ദൈവാനുഗ്രഹം കൂടെ ഉണ്ടാകും, കൂടെ ഉണ്ടാകണം. ദൈവാനുഗ്രഹം കൂടെ ഉണ്ടാകാൻ ഈ പറഞ്ഞ രാശിക്കാർക്കും നക്ഷത്ര ജാതകർക്കും പൊതുവായി ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ വ്യാഴാഴ്ച തോറും ദർശനം നടത്തുക. അവിടെ പായസ വഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ്. ബുധനാഴ്ചകളിൽ മഹാവിഷ്ണുവിന് തുളസിമാല ചാർത്തുന്നത് ബുദ്ധിമുട്ടുകൾ മാറാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയി ധാര നടത്തുന്നത് മാനസിക വിഷമങ്ങൾ മാറാൻ ഉത്തമമാണ്. പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും ലളിതമായൊരു വഴിയുണ്ട്. അത് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? വിശക്കുന്നവർക്ക് ഒരു പൊതിച്ചോറെങ്കിലും നൽകാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും വലിയ വഴിപാട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഒന്നും പേടിക്കാനില്ല. ഇരുട്ട് കഴിഞ്ഞാൽ ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൻ്റെ അടുത്താണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.